മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിലൂടെ കടന്നുപോകുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. 10-60 കൊല്ലക്കാലം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രപരമായ ഉത്തരവാദിത്വം, സാമുദായികവും സാമൂഹ്യവുമായിട്ടുള്ള ഉത്തരവാദിത്വം, അതെത്രമേൽ പ്രാധാന്യമുള്ളതാണ് എന്ന്, അതെത്രമേൽ പ്രസക്തിയുള്ളതാണ് എന്ന് ഒരു ലീഗുകാരന്റെ പ്രസംഗത്തിന്റെ അകമ്പടിയുമില്ലാതെ, ഒരു വിശദീകരണ കുറിപ്പിന്റെ പ്രാധാന്യം പോലുമില്ലാതെ കേരളത്തിലെ പൊതുസമൂഹ മണ്ഡലം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ഒരു സാഹചര്യമാണിത്. അതിലേറെ ചെറിയ ചെറിയ ദുഃഖങ്ങളും നമുക്കുണ്ട്. ആ ദുഃഖങ്ങൾ ഒരിക്കലും നമ്മൾ വരുത്തി വച്ചതല്ല. ആ ദുഃഖങ്ങളിൽ ഒരിക്കലും നമുക്ക് പങ്കാളിത്തവുമില്ല. ആ ദുഃഖങ്ങൾ ഈ നാടിനും സമുദായത്തിനും ഉണ്ടാക്കിയതിൽ ഒരു ചെറിയ തരിമ്പ് പോലും പങ്കാളിത്തവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലില്ല. എങ്ങനെയാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് മാതൃകയായി, ലോകത്തിലെ മുസ്ലിം ഉമ്മത്തിനു മാതൃകയായി കേരളക്കരയിൽ ഒരു സാമൂഹ്യമായ ഒരു മണ്ഡലത്തെ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്? അതൊരു മാത്രം നേരം കൊണ്ട് കെട്ടിപ്പടുത്തതല്ല. പതിറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന കഠിനമായ യത്നത്തിലൂടെ, ആ യജ്ഞങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് 3 ചോദ്യങ്ങളായിരുന്നു. ആ 3 ചോദ്യങ്ങൾ ഇന്ന് പ്രസക്തമായതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത്. അതിലൊന്ന് മഹാനായ അബുൽ കലാം ആസാദിന്റെ ചിന്തകളായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഒരു മഹാപണ്ഡിതനായിരുന്ന അബുൽ കലാം ആസാദ്, പരിശുദ്ധമായ ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യമുള്ള, അതിന് വിശാലമായിട്ടുള്ള തഫ്സീർ എഴുതിയ മഹാപണ്ഡിതൻ. അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്ന ഒരാശയം, ഈ സ്വതന്ത്ര ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു മാർഗമേയുള്ളൂ. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാതയിലേക്ക് വരണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആശയത്തെ അവർ കൈവടിക്കണം. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് നേരിട്ട് അബുൽ കലാം ആസാദ് പറഞ്ഞതാണ്, നിങ്ങളത് കൈവടിക്കണം, ഈ പച്ചപ്പതാക നിങ്ങൾ താഴെ വെക്കണം. കോൺഗ്രസിലേക്ക് വരണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് സോഷ്യലിസ്റ്റ് പാർട്ടികളിലേക്ക് പോകാം, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാം. എന്നാലും ഇസ്മായിൽ സാഹിബെ, ലീഗ് വേണ്ട. അബുൽ അല മൗദൂദി രണ്ടാമത്തെ ആശയം ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ മുമ്പിൽ വെച്ചു. അദ്ദേഹം പറഞ്ഞത്, ഖായിദ മില്ലത്ത് പുതിയ നൂറ്റാണ്ടിലെ ഏറ്റവും വിഡ്ഢിയായ മുസൽമാനാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്? ഇന്ത്യ പോലെ ഒരു താക്കൂത്തി ഗവൺമെന്റിന്റെ കീഴിൽ, ഇസ്ലാമികേതര ഗവൺമെന്റിന്റെ കീഴിൽ, മനുഷ്യന്മാർ നയിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിൽ, മനുഷ്യർ നിയമിച്ച നിയമങ്ങളും വ്യവസ്ഥകളുമുള്ള ഒരു നിയമത്തിന്റെ കീഴിൽ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് സംഘടിക്കാനാവുക? ഒരു മുസ്ലിമിന് ഇസ്ലാമിക രാജ്യത്തല്ലേ ജീവിക്കാൻ കഴിയൂ? അല്ലാത്ത ഒരു രാജ്യത്ത് ജീവിക്കുന്നവൻ ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന് വേണ്ടി പോരടിക്കേണ്ടവനല്ലേ? ഇസ്ലാമികമായ ഒരു യുദ്ധത്തിന്റെ ഒരു കൂട്ടുന്നതിന് വേണ്ടി, ആ സാമ്രാജ്യത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജയിക്കുന്നത് വരെ നീ കുടിക്കുന്ന വെള്ളം നിനക്ക് ഹറാമാണ്, ഇന്ത്യയിലെ വെള്ളം. നീ ശ്വസിക്കുന്ന ഇന്ത്യയുടെ വായു നിനക്ക് ഹറാമാണ്. നീ ചെയ്യുന്ന വോട്ട് നിനക്ക് ഹറാമാണ്. നീ വാങ്ങുന്ന ശമ്പളം നിനക്ക് ഹറാമാണ്. എല്ലാം ഹറാമാണ്. ഇസ്ലാമികമായ ഒരു സാമ്രാജ്യത്വത്തിന്റെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതുവരെ, സജ്ജമാകുന്നതുവരെ നിനക്കിത് ഹലാലല്ല. അബുൽ അല മൗദൂദിയുടെ വാദഗതിയായിരുന്നു അത്. അതുകൊണ്ട് ജനാധിപത്യത്തെ കൈവിടുക, മതേതരത്വത്തെ കൈവിടുക, ഇന്ത്യയുടെ മനുഷ്യനിർമ്മിതമായ ഭരണകൂടത്തെ കൈവിടുക, അതായിരുന്നു അബുൽ അല മൗദൂദിയുടെ വാദം. വിവരനായ സിദ്ദീഖലി വരുന്നു. ആ വാദത്തിന്റെ ചിറകൊടിച്ചുകൊണ്ട്, ഈ 2 വാദങ്ങളെയും നിരാകരിച്ചുകൊണ്ട് മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ഇന്ത്യയുടെ മതേതര വ്യവസ്ഥയിൽ ജീവിക്കാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്താണ് പ്രയാസം?
ചിറമംഗലത്ത് ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം തൊട്ടപ്പുറത്താണ് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പട്ടാളത്തോട് ഏറ്റുമുട്ടി പാകിസ്ഥാനിൽ നിന്ന് സഹായം ലഭിച്ച് അവരുമായി യുദ്ധം ചെയ്ത് മരിക്കാൻ ഒരു മനുഷ്യന് ഗതികേടുണ്ടായത്, ഒരു ചെറുപ്പക്കാരന് ഗതികേടുണ്ടായത്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 60 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഇന്ത്യയുടെ മതേതരത്വം ഇസ്ലാമികമായിട്ടുള്ള ഏതൊരു മുസൽമാനും സ്വീകരിക്കാവുന്ന മതേതരത്വ സംവിധാനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനേക്കാൾ വലിയ മതേതര വിശ്വാസിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയേക്കാൾ വലിയ ജനാധിപത്യ വിശ്വാസിയില്ല, സോഷ്യലിസ്റ്റ് ഇല്ല. അതുകൊണ്ട് നല്ല മുസ്ലിങ്ങളായി ജീവിക്കുക. എന്താണ് മദീന കരാർ? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പലരും പഠിപ്പിക്കാൻ മറന്നുപോയ ഒരു കരാറുണ്ട്, മദീന കരാർ. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയുടെ മണ്ണിലെത്തുമ്പോ മദീനയിലെ യഹൂദന്മാരുമായി മദീനയിലെ ക്രിസ്ത്യാനികളുമായി ഉണ്ടാക്കിയ കരാർ. എന്താ കരാർ എന്നറിയുമോ? മദീനയെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി അവരെ നേരിടണം. ആരാ നേരിടേണ്ടവർ? മദീനയിലെ ജൂതന്മാർ, മദീനയിലെ ക്രിസ്ത്യാനികൾ, മദീനയിലെ മുസ്ലിങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടാക്കിയ കരാറാണ്. മദീനയുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ആരൊക്കെ പ്രവർത്തിക്കണം? അവിടുത്തെ ക്രിസ്ത്യാനികൾ പ്രവർത്തിക്കണം, അവിടുത്തെ ജൂതന്മാർ പ്രവർത്തിക്കണം, അവിടുത്തെ മുസ്ലിങ്ങൾ പ്രവർത്തിക്കണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മഹാന്മാരായ നേതാക്കന്മാർ ഈ മദീന കരാറിന്റെ വെളിച്ചത്തിൽ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, പുറത്തു പറഞ്ഞിട്ട് ചോദിച്ചു, എന്താണ് ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ മദീന കരാറിന്റെ വെളിച്ചത്തിൽ ഇന്ത്യയുടെ മണ്ണിൽ ഒരു മുസൽമാൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി യത്നിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നവർ ആരായിരുന്നാലും അവരെ തുരത്തിക്കൊണ്ട്. അതിനപ്പുറം ഒരു വാക്കില്ല. സിഗച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ വാക്കിനും അപ്പുറം സിഗച്ച് പറഞ്ഞിരുന്നു, ഇന്ത്യ മഹാരാജ്യത്തെ ആക്രമിക്കാൻ വരുന്നത് ഞങ്ങളുടെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മക്കയുണ്ടല്ലോ, കഅബയുണ്ടല്ലോ, ആ കഅബയും മക്കയും നിൽക്കുന്ന സൗദി അറേബ്യയാണെങ്കിൽ ആ രാജ്യത്തോട് പടവെട്ടി ഭരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികളാണ് ഈ രാജ്യത്തിന്റെ മുൻനിരയിൽ ഉണ്ടാവുക. മഹാനായ സിഗച്ചിന്റെ വാക്കാണ്. അതിനപ്പുറം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാജ്യസ്നേഹത്തിന്റെയും രാജ്യപ്രതിബദ്ധതയുടെയും അളവ് നിശ്ചയിക്കാൻ മറ്റൊരു വാചകവും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ല ഇന്ത്യക്കാരാവുക. ഖായിദ മില്ലത്ത് പറഞ്ഞു, നല്ല ഇന്ത്യക്കാരാവുക. പക്ഷെ ഒരു കാര്യമുണ്ട്, തലക്ക് വെക്കുന്ന കൈ തന്റേതു തന്നെ ആയിരിക്കണം. മറ്റാരുടെയെങ്കിലും കൈ വെച്ചാൽ അവർ വലിച്ചു പോകും, അവർ കൈയും വലിച്ചു പോകും, തല നിലത്തടിച്ചു പോകും. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ പലരുടെ കൈക്കുമാണ് തല വെച്ചു കൊടുത്തത്. കോൺഗ്രസുകാരന്റെ കൈക്ക് വെച്ചവർ, ജനതാദളുകാരന്റെ കൈക്ക് വെച്ചവർ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനക്കാരന്റെ കൈക്ക് വെച്ചവർ, അവരൊക്കെ കൈ വലിച്ചു പോയി. അവിടുത്തെ മുസ്ലിങ്ങളൊക്കെ നിലത്ത് വീണുപോയി. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും നിരവധി കൊടികൾ പിടിച്ച മുസ്ലിങ്ങളെ, നിരവധി പാർട്ടികൾ സ്വീകരിച്ച മുസ്ലിങ്ങളെ, നിരവധി മാർഗങ്ങൾ സ്വീകരിച്ച മുസ്ലിങ്ങളെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും രക്ഷപ്പെടുത്തിയില്ല. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു, ഖായിദ മില്ലത്തിന്റെ മാർഗത്തിലേക്ക് വന്ന മലയാളക്കരയിലെ ഒരു കൊച്ചു മുസ്ലിം ഉമ്മത്ത്, ഒരു കൊച്ചു മുസ്ലിം സമൂഹം, അവരാണ് ഇന്ത്യയിലെ മാതൃകാ മുസ്ലിം സമൂഹമെന്ന് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു. ചന്ദ്രിക പത്രമല്ല, മുസ്ലിം ലീഗുകാരനല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയായി ഒരു മുസ്ലിം സമൂഹം ജീവിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയായിട്ട് മാത്രമല്ല, ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയായി.